Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. ആലുവ പെരിയാറിൽ ഫ്ലോറിഡ് കൊച്ചി സ്വിമ്മത്തോൺ അൾട്ര സംഘടിപ്പിച്ചു. ഇന്ത്യൻ നദികളിലെ ഏറ്റവും വലിയ നീന്തൽ മത്സരമാണിത്. 700-ലധികം പേർ പങ്കെടുത്ത സ്വിമ്മത്തോൺ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നീന്തൽ താരങ്ങളെ കൂടാതെ വിദേശീയരും ഇതിൽ പങ്കെടുത്തു. ചെന്നൈയിൽ നിന്നും 45 ഓട്ടിസം കുട്ടികളടങ്ങുന്ന ടീം തുടർച്ചയായി 3-ാം വർഷവും പങ്കെടുക്കുവാനെത്തിയിരുന്നു. ബാംഗ്ലൂർ നിഷ മില്ലറ്റ് സ്വിമ്മിംഗ് അക്കാദമിയുടെ 40-അംഗ സംഘവും പങ്കെടുക്കുന്നു. Experience was way better than swimming into the ocean where we got stung by jellyfish. The competition was organized really well. The course was clearly marked, so that was easy. Yeah, the river here is really clean. The visibility is decent, so it's not like you're swimming into darkness. And we didn't see any fish, but I know the organizers are planning to release more domestic fish into this, so all the best with that. 10 മൈൽ കൂടാതെ 10 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 2 കിലോമീറ്റർ എന്നിവയും തുടക്കക്കാർക്കായി 400 മീറ്റർ റിവർ ക്രോസിംഗും ചേർത്തിട്ടുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ മത്സരം പൂർത്തിയാക്കുന്നവർക്ക് ഫിനിഷർ മെഡലും ടൈമിംഗ് സർട്ടിഫിക്കറ്റും കൂടാതെ വിജയികൾക്ക് സമ്മാനങ്ങളും ലഭിക്കും. 6 വയസ്സുള്ള കുട്ടി തൊട്ട് 78 വയസ്സുള്ള ആൾക്കാർ വരെയാണ് ഉള്ളത്. ഇത് കൂടുതലും 10 മൈലിലും 10 കിലോമീറ്ററും ഉള്ളത് പ്രൊഫഷണൽ സ്വിമ്മേഴ്സാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഒരുപാട് സ്വിമ്മ് ചെയ്ത് ഒരുപാട് നേട്ടങ്ങൾ നേടിയ ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇത് നമ്മൾ 3-ാമത്തെ വർഷമാണ് ആലുവയിൽ സംഘടിപ്പിക്കുന്നത്. ഈ തവണ വലിയൊരു ക്രൗഡ് പല ഭാഗത്തു നിന്നും കൂടുതലും ആൾക്കാർ കേരളത്തിന് വെളിയിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. നമുക്ക് 320 പേര്. അതുപോലെ തന്നെ ഡൽഹി, മുംബൈ, അതുപോലെ വിദേശത്ത് നിന്ന് ജർമ്മനി, മലേഷ്യ, സിംഗപ്പൂരിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നും ഇത് പങ്കെടുക്കുന്നു. ആലുവ ബാങ്ക് ജംഗ്ഷന് സമീപമുള്ള കടത്തുകടവിൽ നിന്നും രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മത്സരങ്ങൾ നടത്തിയത്. ഇതിനായി പെരിയാർ അഡ്വഞ്ചേഴ്സ് ക്ലബിന്റെ സഹകരണത്തോടെ 150 പേരടങ്ങുന്ന ക്രൂ സജ്ജമായിരുന്നു. My name is Vijay. I'm swimming for the first time into a river. I have not seen a better competition organized. Clean water, best organization, organized really good, and I'm happy that I was able to complete it. I'm Nirupa Shankar from Bangalore. I participated in the 2K. It was really well organized event. The weather was beautiful and very well organized. I'll definitely be back, and it's a good place swim to do with your kids too. Hi, I'm Tavinas Merchant. I'm 56 years old and I've come all the way from Mumbai. I'm an open water swimmer and it was my absolute pleasure to swim in India's largest. I'm Kurian Jacob. The first time I'm participating in open water swimming. I'm a pool swimmer. I'm 74 years old. I'm very happy to participate in the fantastic organization. 288 people for the 2-kilometer race. It's amazing. I'm happy that I managed to finish in a fairly okay time. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം കൂടാതെ പ്രത്യേക പരിശീലനം ലഭിച്ച കയാക് ടീം, വഞ്ചികൾ, റെസ്ക്യൂ ബോട്ട് എന്നിവയും സുരക്ഷയ്ക്കായി ഒരുക്കിയിരുന്നു. Hello, my name is Reva and I swam 10 kilometers and my experience in this river was so comfortable. It was easy and the current was also very good. Hello everyone, myself Rupali Repale. I am an international swimmer. I currently run a swimming academy. Reva is my student and she swam 10 kilometers. She stood first. She trains with our academy we have a bunch of coaches and we loved staying in Kerala. The whole thing was very nice. Pleasant experience, I must say. My name is Arjun Raghu. I participated 2 kilometers. നീന്തൽ പ്രോത്സാഹിപ്പിക്കുക, മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, കേരളത്തിൽ നിന്ന് ഒരു ഒളിമ്പ്യനെയെങ്കിലും കണ്ടെത്തുക, ആലുവയെ എക്കോ ടൂറിസം ആൻഡ് അഡ്വഞ്ചർ സ്പോട്ടാക്കി മാറ്റുക, പുഴകളും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി നടത്തുന്നത്.